ദേവാലയങ്ങളിലും ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ട് അഥവാ കാളപ്പോര് തമിഴ്നാട്ടിലെ ഒരു കായിക വിനോദമാണ്. വിളവെടുപ്പുത്സവമായ പൊങ്കലിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ കായിക വിനോദം മാട്ടുപൊങ്കൽ ദിവസമാണ് ആഘോഷിക്കുന്നത്. ഈ കായിക വിനോദം ക്രൈസ്തവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ പടർന്നിരിക്കുന്നു. തമിഴ്നാട്ടിൽ സെൻറ്റ് ആൻ്റണീസ് പൊങ്കൽ എന്നും സെൻറ്റ് സെബാസ്റ്റ്യൻസ് പൊങ്കൽ എന്നുമൊക്കെയാണ് ഈ ജല്ലിക്കെട്ട് അറിയപ്പെടുന്നത്. മതമൈത്രിയുടെ ഭാഗമായി ക്രൈസ്തവരും അക്രൈസ്തവരും ഒന്നിച്ചു ചേർന്നാണ് ഇത് നടത്തുന്നത്. മാട്ടുപൊങ്കൽ ദിവസം ആട്, പശു, കാള എന്നിവയെ കുളിപ്പിച്ച് വിവിധ നിറത്തിലുള്ള ചമയങ്ങൾ അണിയിച്ച് മാലയിട്ടാണ് ഇവർ മൃഗങ്ങളുമായി എത്തുന്നത്. തഞ്ചാവൂർ, സേലം, ശിവഗംഗ, മധുര എന്നീ ജില്ലകളിൽ ജല്ലിക്കെട്ട് സർവ്വസാധാരണമാണ്. നേർച്ചയായി ദേവാലയങ്ങളിൽ ലഭിക്കുന്ന കച്ചകൾ വെഞ്ചരിച്ച ശേഷം ജല്ലിക്കെട്ടിന് വേണ്ടി കൊണ്ടുവരുന്ന കാളകളുടെ കൊമ്പിൽ നല്ല ഉറപ്പോടെ കെട്ടുന്നതോടെയാണ് ജല്ലിക്കെട്ട് ആരംഭിക്കുന്നത്. പ്രത്യേകം പരിശീലനം ലഭിച്ച കാളകളെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഈറോഡ് ജില്ലയിലുള്ള കാങ്കയം കാളകൾക്ക് ഇതിനായി പരിശീലനം നൽകാറുമുണ്ട്. പോരാളിയായ യുവാവ് കാളയുടെ കൊമ്പിൽ പിടിച്ച് നിലത്ത് മുട്ടിച്ചാൽ അയാൾ വിജയിച്ചു. വളരെയധികം പരിശീലനം വേണ്ടിവരുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നയാൾ നിരായുധനായിരിക്കണമെന്നാണ് വ്യവസ്ഥ. വിജയിക്കുന്നയാൾക്ക് സ്വർണ്ണപ്പതക്കവും പാരിതോഷികവും ലഭിക്കുകയും വികാരിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർക്ക് ഭക്ഷണവും നൽകുന്നു. ഈ വിളവെടുപ്പ് മഹോത്സവം നാടിനു മുഴുവൻ ആനന്ദവും കൂട്ടായ്മയുമാണ് ഒരുക്കുന്നതെന്ന് ഡിണ്ടിഗൽ ജില്ലയിലെ അതൈക്കൽ മാതാപ്പള്ളി വികാരിയും ജല്ലിക്കെട്ട് കോർഡിനേറ്ററുമായ ഫാദർ സുരേഷ് സഹായരാജ് സൺഡേ ഷാലോം ന്യൂസിനോട് പറഞ്ഞു. ഇത്തരം വിളവെടുപ്പ് മഹോത്സവങ്ങൾ എല്ലാ ജീവജാലങ്ങളെയും ദൈവം മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചതാണെന്നും ദൈവമഹത്വം പ്രഘോഷിക്കാനുള്ള അവസരമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതോടൊപ്പം പ്രകൃതിയെ സ്നേഹിക്കാനും മൃഗങ്ങൾക്ക് ശരിയായ പരിചരണം നൽകാനും സമൂഹത്തെ ഒരുക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം കായിക മാമാങ്കങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സഭയിൽ ഇത്തരം ചടങ്ങുകൾ കടന്നുകൂടിയതിനെക്കുറിച്ച് ചരിത്രകാരനായ ഡോക്ടർ ആൻ്റണി പോളിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്. മധുര മിഷന്റെ ഭാഗമായി ഇവിടെയെത്തിയ ഈശോ സഭ വൈദികരാണ് 1963 ഈ ആഘോഷം ദേവാലയ പരിസര പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചത്. വാണിയർ ക്രൈസ്തവർ കൂടുതലുള്ള ഇടങ്ങളിൽ ഇത്തരം ആഘോഷങ്ങൾ തുടരാൻ അവർ ആഗ്രഹിച്ചു. ചോള രാജാക്കന്മാർക്ക് ശേഷം വന്ന വാണിയർ സമുദായം കാർഷിക രംഗത്തേക്ക് തിരിഞ്ഞു. അതിനാൽ ജല്ലിക്കെട്ട് വിളവെടുപ്പ് മഹോത്സവമായി ഇടവകകളിൽ ആഘോഷിക്കാനും തുടങ്ങിയത്രേ. ജല്ലിക്കെട്ടിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ചിലർ നേരത്തെ പരാതി ഉന്നയിച്ചെങ്കിലും ഭൂരിപക്ഷം വരുന്ന നാട്ടുത്സവങ്ങളെ സർക്കാർ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. 2017 തമിഴ്നാട് സർക്കാർ റെഗുലേഷൻ ഓഫ് ജല്ലിക്കെട്ട് ആക്ട് പാസ്സാക്കുകയും 2023 മെയ് 17 സുപ്രീം കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തു. ഏതായാലും നാട്ടാഘോഷങ്ങൾ തുടർന്നു വന്ന പാരമ്പര്യമാണ് സഭയ്ക്കുള്ളത്. സഭ രൂപപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പ്രാദേശികമായ ആഘോഷങ്ങളെയും വിനോദ കായികോത്സവങ്ങളെയും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ജല്ലിക്കെട്ടിനെയും ആ സ്ഥിതിയിൽ കണ്ടാൽ മാത്രം മതി. സൺഡേ ഷാലോം ന്യൂസ് ഡെസ്ക്, കോയമ്പത്തൂർ.